ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇവിടെ കിടക്കുമ്പോഴും എന്റെ മനസ്സ് അവിടെയായിരുന്നു. ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയെ? വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചു ഓടിക്കണ്ടേ? എന്തെങ്കിലും പറ്റിപ്പോയാലേ നഷ്ടം എനിക്കല്ലേ? അതെ, ഇനി അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടറോട് ഓപ്പറേഷന്റെ കാര്യങ്ങൾ സംസാരിക്കണം. അതൊക്കെ ഇനി പരിപാടി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്തുപറ്റി? അതെ, സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ മാത്രം മതിയാവില്ലല്ലോ അമ്മയുടെ ഓപ്പറേഷന്. കുറച്ചുകൂടി വേണ്ടി വരും. ഹാ, കുഴപ്പമില്ല, ഇത്രയും ഒത്തില്ലേ അല്ലേ അമ്മേ? ബാക്കി കൂടി ഞാൻ എങ്ങനെയല്ലോ ഒപ്പിക്കും. നീ എന്തേലും കഴിച്ചിട്ടാണോ വന്നേ? എവിടുന്ന് കഴിക്കാനാ? ഈ സന്തോഷം കൊണ്ട് എന്തേലും കഴിക്കാൻ തോന്നണ്ടേ? ഉണ്ണി, ഇവിടെ എന്തേലും ഉണ്ടോടി? രാവിലെ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തേ. അത് പിന്നെ ഒരെണ്ണത്തിന്റെ മൂല പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണല്ലോ പതിവ്. കറിയാണ് പ്രശ്നം. ഇന്നലത്തെ ചാളക്കറി വേണമെങ്കിൽ തരാം. ഹാ, എന്നിട്ടാണോ? അത് തന്നെ ധാരാളല്ലേ? എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഓ, നീ പിന്നെ മുതലാളിയായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാനിപ്പോ അടുക്കളയിലേക്ക് അങ്ങ് വരും. അയ്യടാ, നിന്നെ മുതലാളിയായിട്ട് കണ്ടിട്ടൊന്നും അല്ല. നീ അടുത്തിരുന്ന് കഴിക്കുമ്പോഴേ അമ്മയ്ക്കും എന്തേലുമൊക്കെ പിച്ചു കൊടുക്ക്. എന്തെങ്കിലുമൊക്കെ വയറ്റിലോട് ചെല്ലട്ടെ. നീ വാ, ഞാൻ ദോശ എടുത്തു വെക്കാം. അമ്മേ, അമ്മയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? നോക്കേ, പലപ്പോഴും നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് തങ്കേച്ചിക്ക് എന്തിനാ ആൺമക്കള്, ഇവളൊരുത്തി പോരേന്ന് എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു. അതിപ്പോ എന്റെ മോള് തെളിയിച്ചു. ആ, പിന്നെ സിറ്റിയില് മോള് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ? ആരെ? അത് പിന്നെ ആരെങ്കിലും മോളെ അന്വേഷിച്ച് വരികയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തായിരുന്നോ? ആര് വരാനാ? അമ്മ എന്താ ഉദ്ദേശിച്ചേ? ഒന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ആ, നീ പെട്ടെന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. നവീൻ, നവീൻ ഇവിടെ ഇരിക്കെ. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ തന്റെ മുന്നിലേക്ക് വന്നില്ലേ, പിന്നെ നിന്നെ ഫോൺ എടുക്കുന്നേ? ഇങ്ങനെ വരുന്നതല്ലേ ഒരു സർപ്രൈസ്. സർപ്രൈസുകളുടെ രാജകുമാരിക്ക് ചെറുതെങ്കിലും ഒരു സർപ്രൈസ് എന്റെ വകയിരിക്കട്ടെ. ഞാൻ നവീനെ എത്ര മിസ് ചെയ്തെന്നറിയോ? ഞാൻ ഇവിടെ കിടക്കുമ്പോഴും എന്റെ മനസ്സ് അവിടെയായിരുന്നു. ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയെ? വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചു ഓടിക്കണ്ടേ? എന്തെങ്കിലും പറ്റിപ്പോയാലേ നഷ്ടം എനിക്കല്ലേ? എന്റെ ബോധം പോകും മുമ്പ് ഞാൻ എന്താ ചിന്തിച്ചെന്നറിയോ? എന്താ? ഞാൻ എന്റെ നവീന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്റെ ജീവനും ആരോഗ്യവും തിരിച്ചു തരണേ എന്ന്. താൻ പറഞ്ഞ പോലെ കുറച്ചു സമയം മിണ്ടാതിരിക്കുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്താലേ ശരിക്കും മിസ്സിങ്ങാ. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. എന്നോട് എന്തിനാ മാം കള്ളം പറഞ്ഞത്? ഗാഥ ഹോസ്പിറ്റലാണെന്ന് എന്താ പറയാതിരുന്നത്? അത് മോളെ ഈ കണ്ടീഷനിൽ കണ്ടാല് നവീന് വിഷമാവും തോന്നി, അതുകൊണ്ടാ പറയായിരുന്നേ. പിന്നെ മറച്ചുവെക്കലുകൾ ഞാനല്ലല്ലോ തുടങ്ങിയത്. കളരിക്കൽ കുടുംബക്കാർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ലേ? എന്ത് മറച്ചു വെച്ചു?
നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം അവിടെ സർപ്പക്കാവിൽ വെച്ച് നടന്നത് എന്തിന്റെ പരിഹാര പൂജയായിരുന്നു? കുടുംബത്തിന്റെ മേലുള്ള സർപ്പശാപത്തിന്റെ അല്ലേ? അകാല മരണം സംഭവിച്ച പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കർമ്മങ്ങൾ നടത്താറില്ലേ? സി മാഡം, അതൊക്കെ മുത്തശ്ശേരി ഡിപ്പാർട്ട്മെന്റാ. എനിക്ക് അത്തരം കാര്യങ്ങളും അറിയില്ല, അതിലൊന്നും വിശ്വാസമില്ല. ഗാഥ, താനെങ്ങനെ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നവീനോടുള്ള സ്നേഹത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഗുഡ്. അപ്പം മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഈ ബെഡിൽ നിന്ന് എണീറ്റ് പോരാൻ നോക്ക്. ഉം? എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ പോണ്ട നവീൻ, കുറച്ചു സമയം കൂടി എന്റെ അടുത്തിരിക്ക്. അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. എന്നിട്ട് പിന്നെ വേണമെങ്കിലേ എല്ലാരെയും വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ കൂടെ ഇരിക്കാം. സത്യാണോ? പിന്നെന്താ, അല്ലെങ്കിലും ഞാനല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉം. നവീൻ വിശ്വാസമില്ലാന്ന് പറഞ്ഞത് കേട്ടില്ലേ? വിശ്വാസമില്ലാത്തവരെ ഒരു ശാപവും ബാധിക്കില്ല. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നവീനിൽ നിന്നും ഗാഥയെ പറിച്ചു മാറ്റുന്ന അത്ര എളുപ്പമല്ല. നവീന്റെ മുന്നിൽ വെച്ച് കളരിക്കൽക്കാരുടെ സർപ്പശാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾക്കതിലൊന്നും വിശ്വാസമില്ല. നവീൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഗാഥയും ഹാപ്പിയാണ്. അപ്പോ ഇനി എന്താ മാം ഉദ്ദേശിക്കുന്നത്? ഗാഥ ഈ ശാപകഥ വിശ്വസിക്കണം. കൺമുന്നിൽ വന്നതൊന്നും തെളിവായിട്ട് അവൾ എടുക്കുന്നില്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം. എന്നുവെച്ചാ നമ്മൾ നല്ലതിനു വേണ്ടിയല്ലേ സിനി ചെയ്യുന്നേ. നവീൻ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നവീനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഗാഥയുടെ മുമ്പിൽ ഒരു നാഗം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ വിവാഹ നിശ്ചയത്തിന് ശേഷം സ്വപ്നത്തിലും നേരിട്ടും ഒക്കെ ആയിട്ട് എത്ര തവണയാ വന്നത്? നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ദൈവം കാണിച്ചു തരുന്ന സൂചനകൾ അനുസരിക്കാനായിട്ട് ബാധ്യതപ്പെട്ടവരല്ലേ?